ഹലോ, വെൽക്കം ബാക്ക് ടു അഞ്ജലിസ് കറി വേൾഡ്. ഇന്ന് നമ്മൾ വന്നിട്ടുണ്ട് പൈനാപ്പിൾ പച്ചടി കേട്ടോ. ഇതെല്ലാവർക്കും ഇഷ്ടമാവില്ലേ? അപ്പോൾ സിമ്പിളായിട്ട് പൈനാപ്പിൾ പച്ചടി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഒരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത പൈനാപ്പിൾ ഉണ്ടാവില്ലേ, അത് നോക്കിയിട്ട് എടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇത് നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ കട്ട് ചെയ്യണമെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ നമുക്ക് റൗണ്ടിൽ കട്ട് ചെയ്തിട്ടെടുക്കാം. ആദ്യത്തെ പോർഷൻ മാറ്റി വയ്ക്കുക, അത് നമുക്ക് ആവശ്യമില്ല. ഇനി ഇങ്ങനെ പീസസ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ എളുപ്പമായിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റും, നല്ല ഈസി ആയിട്ട്. ഇനി നമുക്ക് ഈ സൈഡിലൂടെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ. നല്ല സിമ്പിളായിട്ട് എല്ലാം കട്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റും. ഈ കഷ്ണം നടുവിലുള്ള കഷ്ണം നന്നെ എടുക്കണമെന്നില്ല കേട്ടോ. ഇത് എടുത്താലും ചൊറിച്ചിലൊക്കെ വരും, ചില ആൾക്കാർക്ക് പറ്റില്ല, അത് കാരണം നന്നെ എടുക്കാറില്ല അത്. ഇനി സൈഡിലുള്ള കഷ്ണങ്ങൾ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടെടുക്കുക. നല്ല ടേസ്റ്റി പൈനാപ്പിൾ പച്ചടി കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. കണ്ട എല്ലാ കഷ്ണങ്ങളും നമ്മൾ ഒരേ സൈസിൽ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കുക്കർ എടുക്കുക, കുക്കറിലൊക്കെ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയില്ലേ, അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഒരു 1/4 ടീസ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. കുറച്ച് ഉപ്പിട്ട് എടുക്കുക. പിന്നെ ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി മൂടി വെച്ചിട്ട് ഒരു വിസിൽ വരുമ്പോഴത്തേക്കും ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണേ. ഇത് നമുക്ക് വേണമെങ്കിൽ മൺചട്ടിയിൽ വെച്ചിട്ട് അതിൽ കുക്ക് ചെയ്തിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. ഇനി ഓരോ വിസിൽ കഴിഞ്ഞ ശേഷം നോക്കാം കേട്ടോ, വെന്തിട്ടുണ്ടോ ഇല്ലെന്ന്. കണ്ട നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പൈനാപ്പിളിന് കുറച്ച് വേവ് കൂടുതൽ കേട്ടോ, അത് കാരണം കൊണ്ട് ഞാൻ കുക്കറിൽ ഒരു വിസിലടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ മൺചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു നേന്ത്രക്കായ എടുത്തിട്ടുണ്ട്, മുഴുവൻ എടുത്തിട്ടില്ല, പകുതി എടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് പഴുത്തത് എടുക്കേണ്ട, പഴുക്കാത്തതുണ്ട്, ആ സമയത്ത് എടുത്താൽ മതി, അതെടുത്താൽ മതി. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി ഇത് നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. മൂടി വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് വെച്ചാൽ മതി. ഇനി ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് നാളികേരം എടുക്കാം കേട്ടോ. ഒരു 4 ടേബിൾ സ്പൂൺ നാളികേരം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കയ്യിൽ തൈര് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് അരച്ച് പേസ്റ്റായിട്ട് കൊണ്ടുവരണേ. നമ്മൾ നാളികേരം പിന്നെ കുറച്ച് തൈര് കൂടിയിട്ട്, അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് അരച്ച് കൊണ്ടുവന്നാൽ കുഴപ്പമുണ്ടാവില്ല കേട്ടോ. ഇനി ഇത് കണ്ട കടുകിനാണ് ഒരു ടേബിൾ സ്പൂൺ കടുക് എടുത്തിട്ട് ഇങ്ങനെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ചൂടാക്കിയതല്ല, ഇന്ന് ഇതായിട്ട് തന്നെ പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, ചൂടാക്കാത്ത. ഇതിലേക്ക് ഇട്ടെടുക്കുക. ഇട്ടെടുത്ത ശേഷം ഒരു 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കണേ. നല്ല
വേറെ സ്മെല്ലിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിൽ കുറച്ച് മധുരം കുറവുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മുന്തിരി എടുത്തിട്ടുണ്ട്, ഇതിവിടെ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത ശേഷം മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് സെയിം മോഡ് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കൂടി കുക്ക് ചെയ്തിട്ട് എടുക്കണേ. നമുക്ക് ഫൈനലായിട്ട് കുറച്ച് നാളികേരം എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഒന്ന് പേസ്റ്റായിട്ട് അരച്ച് കൊണ്ടുവരാം കേട്ടോ. നമ്മൾ നാളികേരം ഒന്ന് ഒതുക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുവരാം കേട്ടോ. വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊണ്ടുവരാം കേട്ടോ. ഇനി നമുക്കിത് നമ്മൾ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇന്ന് 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം ടേസ്റ്റ് നോക്കുക, എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണേ. ഇനി നല്ല പുളിയുള്ള തൈര് എടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തിട്ട് കൊണ്ടുവരാം. കണ്ട ഇങ്ങനെ വേണം കേട്ടോ. ഇതിലേക്ക് വെച്ച് കൊടുക്കുക, നമ്മൾ കറിയിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് കാച്ചി ഒഴിക്കണേ. രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുക്കുക, കുറച്ച് കടുകിട്ട് കൊടുക്കുക, ചുവന്ന മുളക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത്രയുള്ള കേട്ടോ നമ്മൾ സദ്യ സ്റ്റൈൽ നമ്മുടെ പൈനാപ്പിൾ പച്ചടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.